തിരുവനന്തപുരം നഗരത്തിലും കെ മുരളീധരന് വേണ്ടി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസിൽ ഇപ്പോൾ പോസ്റ്റർ യുദ്ധത്തിന്റെ കാലമാണ്. തൃശൂരിൽ, ചേലക്കരയിൽ, കോഴിക്കോട്, ഇപ്പോഴിതാ തിരുവനന്തപുരത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്താണ് പോസ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളതെന്നൊന്ന് കേട്ടു നോക്കാം. തൃശൂരിലെ കനത്ത തോൽവിയിലെ വിവാദങ്ങൾക്ക് പിന്നാലെ പരാതി പറയാൻ ദില്ലിക്ക് പോകുന്ന കെ മുരളീധരനായി തിരുവനന്തപുരം നഗരത്തിൽ പോസ്റ്ററുകൾ. നയിക്കാൻ നായകൻ വരട്ടെ എന്ന പോസ്റ്ററുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. KPCC ആസ്ഥാനത്തിന് മുന്നിലും DCC ഓഫീസിന് മുന്നിലും പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഈ പോസ്റ്ററുകളിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയമൊക്കെ. നിർബൻ, വ്യാപകമായി പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ കെ മുരളീധരന് വേണ്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ തൃശ്ശൂരും ചേലക്കരയും കോഴിക്കോടും ഒക്കെ കടന്ന് തിരുവനന്തപുരത്തേക്കും പോസ്റ്റർ യുദ്ധം എത്തിയിരിക്കുകയാണ്. എന്താണ് തിരുവനന്തപുരത്തെ പോസ്റ്ററിൽ പറയുന്നത്? മനു, തൃശ്ശൂരിലെ കനത്ത പരാജയത്തിന് ശേഷം കെ മുരളീധരൻ പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. സജീവ രാഷ്ട്രീയം വിടുന്നു, ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് മുരളീധരൻ അന്ന് തന്നെ പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള ശ്രമം നടന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ അദ്ദേഹത്തോട് നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കേട്ടിരുന്നു, അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരളീധരൻ്റെ തോൽവിക്ക് ശേഷം അദ്ദേഹം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. കാരണം അവിടെ എങ്ങനെയാണ് തോറ്റത് എന്നതാണ്. അത് UDFൻ്റെ പരമ്പരാഗത വോട്ടുകൾ BJP ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. കോൺഗ്രസ് വോട്ടുകളിൽ നിന്ന് അടിയൊഴുക്കുണ്ടായിട്ടുണ്ട്. അതിൽ ചില നേതാക്കൾ തന്നെ അട്ടിമറിച്ചു, പാലം വലിച്ചു എന്ന നിലപാട് കെ മുരളീധരനുണ്ട്. അത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഴുവൻ ബാധിക്കുന്നൊരു വിഷയമായി മുരളീധരൻ അത് ഏറ്റെടുക്കുന്നുണ്ട്. കാരണം മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയത് നിലവിലെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനം ദില്ലിയിൽ എടുക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു മുരളീധരൻ്റെ കണ്ണൂരിൽ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള മാറ്റം. അതുമുതൽ തന്നെ ആസൂത്രണം ആരംഭിച്ചു. തൻ്റെ തോൽവിക്ക് സംസ്ഥാന ലീഡർഷിപ്പിലെ ചില നേതാക്കൾ പിന്നിൽ പ്രവർത്തിച്ചു എന്ന നിലപാടുണ്ട്. അത് ആലപ്പുഴയിലേക്ക് KC വേണുഗോപാലിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് മാറ്റിയത്. സാമുദായിക പരിഗണന വെച്ചിട്ടായിരുന്നു ഷാഫി അവിടെ കൊണ്ടുവന്നത്. ഷാഫി അവിടെ കൊണ്ടുവന്നപ്പോൾ മുരളീധരന് വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറേണ്ടി വന്നു. അതുകൊണ്ട് സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച് വിജയിച്ചിരുന്ന മുരളീധരന് തൻ്റെ നിലവിൽ വലിയ നഷ്ടം വന്നത് കെ മുരളീധരനാണ്. കാരണം അദ്ദേഹം ഈ നിയമം അടക്കം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സംഘപരിവാർ ശക്തികൾക്കെതിരെ എന്നും മുരളീധരനെ കോൺഗ്രസ് ആയുധമായി ഉപയോഗിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അവസാനം അദ്ദേഹത്തെ അട്ടിമറിച്ച് പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതിന് രോഷമൊക്കെ കെ മുരളീധരനുണ്ട്. ഇപ്പോൾ ദില്ലിയിലേക്ക് മുരളീധരൻ പോവുകയാണ്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തോട് ദേശീയ നേതൃത്വം എന്താണ് സംഭവിച്ചതെന്ന് ആരായാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ തന്നെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏത് തരത്തിലുള്ള ഉപാധിക്കും നേതൃത്വം തയ്യാറാണ്. ആ ഘട്ടത്തിലാണ് തലസ്ഥാനത്തും വിവിധ സ്ഥലങ്ങളിൽ മുരളീധരന് അനുകൂലമായ പോസ്റ്ററുകൾ വരുന്നത്. നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററുകൾ പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ആ പോസ്റ്റർ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കാമോ? ആ ദൃശ്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ, അതൊന്ന് വായിക്കൂ. തീർച്ചയായും ആ പോസ്റ്ററിൻ്റെ തലവാചകം തന്നെ നയിക്കാൻ നായകൻ വരട്ടെ എന്നതാണ്. പ്രിയപ്പെട്ട KM, തെരഞ്ഞെടുപ്പ് എന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ എന്നും അജയനാണ്. അങ്ങേക്ക് 1000 അഭിവാദ്യങ്ങൾ. കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നായകനായി അങ്ങ് ഉണ്ടാകണം. എന്നും എപ്പോഴും ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം. കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം എന്നതാണ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അദ്ദേഹം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏറെ നിർണായകമാണ്. അദ്ദേഹം തൃശ്ശൂരിൽ മാത്രം നടത്തിയ ഒരു അട്ടിമറിയായി അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. അത് കാരണം അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. ഒപ്പം തന്നെ തൃശ്ശൂരിൽ ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് പിന്തള്ളപ്പെടേണ്ടി വന്നു. അതിൽ വല്ലാത്ത രോഷവും അമർഷവും കെ മുരളീധരനുണ്ട്. കെ മുരളീധരനെ സംബന്ധിച്ച് തലസ്ഥാനം നയിക്കാൻ നായകൻ വരട്ടെ എന്ന് അദ്ദേഹത്തെ പ്രവർത്തകർ തന്നെ ആവശ്യപ്പെടുന്ന പോസ്റ്ററുകൾ തിരുവനന്തപുരത്ത് തെളിയുന്നതിന് പിന്നിൽ KPCC അധ്യക്ഷ പദവിയിലേക്കോ നിർണായകമായ പദവിയിലേക്കോ മുരളീധരൻ എത്തണം എന്ന പൊതുവികാരം കേരളത്തിൽ ശക്തിപ്പെടുന്നുണ്ട് എന്ന സൂചനയാണ്. അതിൻ്റെ കൂടി പ്രതികരണമായി കാണാം. കാരണം തലസ്ഥാനത്തിൻ്റെ KPCC ആസ്ഥാനത്തിൻ്റെ പരിസരത്തും വട്ടിയൂർക്കാവിലും ഈ പ്രദേശത്തൊക്കെ തന്നെ ശാസ്തമംഗലത്തും DCC ആസ്ഥാനത്ത് മുന്നിലെ പോസ്റ്ററാണ് നമ്മൾ കാണുന്നത്. ഇത് സാധാരണ പ്രവർത്തകർ കയ്യിൽ എഴുതി പതിപ്പിക്കുന്ന പോസ്റ്ററല്ല, പ്രിൻ്റ് ചെയ്തെടുത്ത പോസ്റ്ററുകളാണ്. അതുകൊണ്ട് സംഘടിതമായി തന്നെ ഒരു വിഭാഗം മുരളീധരന് അനുകൂലമായി രംഗത്ത് വരുന്നു എന്നതാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉടലെടുക്കുന്ന VD സതീശൻ
വിഭാഗവും മറുവിഭാഗത്തിൻ്റെയും പോരിൽ നിർണായകമായ ഒരു നേതൃത്വത്തിലേക്ക് കെ മുരളീധരൻ വരുന്നുണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് തൃശ്ശൂരിലെ മാത്രം പരാജയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. വി ഡി സതീശൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് കാരണം സ്ഥാനം നഷ്ടപ്പെട്ട കെ മുരളീധരൻ ശക്തമായി രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന് കെ സുധാകരനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ ലഭിക്കുന്നു. എ കെ ആന്റണി തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും നിലവിൽ കെ സുധാകര വിഭാഗത്തിനാണ്. ഇതിന്റെ കൂടി അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതായാലും മുരളീധരന്റെ വിഷയം, നിർഭൻ മുരളീധരന്റെ വിഷയം ഇപ്പോൾ കെ സുധാകരനും ഒരു കച്ചിത്തുരുമ്പായി മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം മുരളീധരനെ കൂടെ നിർത്തിക്കൊണ്ട് സതീശനെതിരായ പോരാട്ടത്തിൽ ഇപ്പോൾ സുധാകരനൊരു ബലം കിട്ടിയിരിക്കുകയാണ് മുരളീധരന്റെ വിഷയം കൂടി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ. തീർച്ചയായും മനു, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അടക്കം വി ഡി സതീശൻ്റെ ഏകപക്ഷീയമായ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അവസാനം ദില്ലിയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ ചർച്ചയിലാണ് വടകരയിൽ നിന്ന് മുരളീധരൻ മാറ്റപ്പെടുന്നത്. അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിലും സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ സംഘപരിവാർ ശക്തികൾക്കെതിരെ എവിടെയും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരു ആയുധമായി കോൺഗ്രസ് എടുത്ത് ഉപയോഗിക്കുന്ന ആളാണ് കെ മുരളീധരൻ. പക്ഷേ അദ്ദേഹത്തെ തൃശ്ശൂരിൽ കൊണ്ടു നിർത്തി പരാജയപ്പെടുത്തുന്നു. 2ാം സ്ഥാനത്തല്ല, അദ്ദേഹം 3ാം സ്ഥാനത്താണ് പോയത്. മാത്രമല്ല, സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ BJP സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ ജയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെയും നാണക്കേട് മുരളീധരനുണ്ടായി. അതുകൊണ്ട് തന്നെ അവഹേളിക്കാൻ വേണ്ടി സംസ്ഥാന ലീഡർഷിപ്പിലെ നേതാക്കൾ തന്നെ ശ്രമിച്ചു എന്ന പരാതിയാണ് കെ മുരളീധരൻ ഉള്ളത്. അതുകൊണ്ട് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്ന് ദില്ലിയിലേക്ക് കെ മുരളീധരൻ പോകുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും. ഇവിടെ നയിക്കാൻ നായകൻ വരട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സൂചന നൽകുന്നത് KPCC അധ്യക്ഷ പദവി പോലെയുള്ള പ്രധാന പദവിയിലേക്ക് കെ മുരളീധരൻ വരണം എന്ന തരത്തിലുള്ള പ്രവർത്തകരുടെ ആവശ്യം തന്നെയാണ്. കാരണം കെ സുധാകരൻ ചർച്ചയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ KPCC അധ്യക്ഷ പദവി വരെ നൽകാൻ തയ്യാറാണ്, അതിന് യോഗ്യനാണ് എന്ന നിലപാട് കൂടി കെ സുധാകരൻ പറഞ്ഞു. അത് കെ സുധാകരൻ സ്വമേധയാ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അടുത്ത് മുരളീധരൻ ആ പദവിയിലേക്ക് വരണം എന്ന ആഗ്രഹം കെ സുധാകരനുമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. മനു, ശരി, ഓക്കെ. നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചും KPCC ഓഫീസിന് മുൻപിലും DCC ഓഫീസിന് മുൻപിലും കെ മുരളീധരന് വേണ്ടി പോസ്റ്ററുകൾ, തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് മുരളീധരനെ കുറിച്ച് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ഇതേ വാചകങ്ങൾ തന്നെയായിരുന്നു കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ കോഴിക്കോട് പതിച്ച പോസ്റ്ററിലും എഴുതിയിരുന്നത്. ഏതായാലും കോൺഗ്രസിൽ, കേരളത്തിലെ കോൺഗ്രസിൽ ഇത് പോസ്റ്റർ പരമ്പരയുടെ കാലമാണ്. അത് തൃശ്ശൂരിൽ പോസ്റ്ററുകളും അടിയുമൊക്കെ നമ്മൾ കണ്ടു. കോഴിക്കോട് പോസ്റ്റർ ഒട്ടിക്കുന്നത് കണ്ടു. ഇവിടെ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്നത് കണ്ടു. ഇപ്പോൾ തിരുവനന്തപുരത്തും കെ മുരളീധരന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.